ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. പാവയ്ക്ക പച്ചമാങ്ങ തീയൽ. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, കുറച്ച് ഐറ്റം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മളിതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു 2-3 ഐറ്റം കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. അപ്പോൾ നമുക്ക് പാവയ്ക്ക വേവിക്കാൻ വയ്ക്കാം. ഞാൻ വലിയ സൈസ് ഒരു പാവയ്ക്ക, ഒരു പച്ചമാങ്ങ, 3 പച്ചമുളക് നിറയെ കീറിയത്, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിനെ വേവിക്കാൻ വയ്ക്കാം. ആദ്യം ഒരു മുഴുത്ത സൈസ് പാവയ്ക്ക എടുത്തേക്കുന്നത്. പുളിക്ക് പച്ചമാങ്ങ, ഞാൻ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. പാവയ്ക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. 2 അല്ലി കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു അരമുറി തേങ്ങ, 3 കുഞ്ഞുള്ളി, പിന്നെ കറിവേപ്പില, ഇതും കൂടെ 3 ഇട്ടതാൽ നമുക്കിനി ഇത് വറുത്തെടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങ നല്ലപോലെ വറുത്തെടുക്കാം. നല്ല മൂക്ക് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. നമുക്ക് നല്ലപോലെ ഈ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ആ തേങ്ങയുടെ കൂടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് പൊടിയൊന്നും കരിയാൻ പാടില്ല. നല്ലപോലെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്ക് നല്ലപോലെ വെന്തെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ട് നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നല്ലപോലെ ഇളക്കി നമുക്കൊരു അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ എണ്ണയൊന്നും തീരെ ഉപയോഗിക്കുന്നില്ല. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലൊരു കറിയായത്, നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നല്ലപോലെ എണ്ണ തെളിഞ്ഞിരിപ്പുണ്ട്. ആ തേങ്ങയിലുള്ള എണ്ണ, അതുകൊണ്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കാത്തത്. നല്ല ഏകദേശം നമ്മുടെ റെഡിയായി വരുന്നുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. പാവയ്ക്കൊക്കെ നല്ല വെന്ത പുളിയൊക്കെ ഇറങ്ങി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ പാവയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.